രാജാവൊരിക്കൽ തന്റെ പല്ലെല്ലാം പൊഴിഞ്ഞുപോയിട്ട് പല്ലില്ലാത്ത മോണയോടെ ഇരിക്കുന്നതായി ഒരു സ്വപ്നം കണ്ടു. രാവിലെ ഉണർന്നപ്പോൾ ആ സ്വപ്നം തന്റെ ഓർമ്മയിലേക്ക് വന്നു. താൻ ആകെ ഭയപ്പെട്ടു. ഈ സ്വപ്നം മൂലം തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. ഉടനെ തന്നെ രാജാവ് ഒരു ജ്യോത്സ്യനെ വിളിച്ച്, ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു, അതിന്റെ അർത്ഥം പറഞ്ഞു തരണമെന്ന് കൽപ്പിച്ചു. ഈ ജ്യോത്സ്യൻ സ്വപ്നത്തെപ്പറ്റി കേട്ടയുടനെ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ ഭാര്യയും മക്കളും ബന്ധുക്കളുമെല്ലാം മരിച്ചുപോകും. രാജാവിനിത് കേട്ടപ്പോൾ കോപം വന്നു. ഉടനെ തന്നെ രാജാവ് അയാളെ പിടിച്ച് കാരാഗൃഹത്തിലടയ്ക്കാൻ കൽപ്പിച്ചു. രാജാവിന് ഒരു സമാധാനവും ലഭിച്ചില്ല. രാജാവ് വേറൊരു ജ്യോത്സ്യനെ വിളിപ്പിച്ച് തന്റെ ഈ സ്വപ്നത്തിന്റെ അർത്ഥമെന്താണെന്ന് ചോദിച്ചു. അയാൾ ഒരു ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. അയാൾ പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സ്വന്തക്കാരെക്കാളും ബന്ധുക്കളെക്കാളും കൂടുതൽ വർഷങ്ങൾ അങ്ങ് ജീവിക്കും. ഇത് കേട്ട് മനം നിറഞ്ഞ രാജാവ് അയാൾക്ക് കുറേ സമ്മാനങ്ങൾ നൽകി സന്തോഷത്തോടെ പറഞ്ഞയച്ചു. രണ്ടുപേരും ഒരേ വിഷയമാണ് പറഞ്ഞത്. ഒരാൾ എല്ലാവരും മരിച്ചുപോകുമെന്ന് പറഞ്ഞപ്പോൾ മറ്റേയാൾ എല്ലാവരെക്കാളും കൂടുതൽ നാളുകൾ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. നാം സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധയോടെ പറഞ്ഞാൽ നമുക്കെവിടെയും ജയിക്കാം. നമ്മുടെ നാവുകൊണ്ട് ഒരാളെ നശിപ്പിക്കുവാനും നേരെയാക്കുവാനും സാധിക്കും. നാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ലാതെ മറ്റുള്ളവരുടെ ഹൃദയം തകർക്കുന്നതാകരുത്. ഇനി മുതൽ നാം ശ്രദ്ധയോടെ സംസാരിക്കുമോ?